ഹായ് ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഇങ്ങനെ മഴയൊക്കെ നോക്കി നിന്ന് വീണ്ടും ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകേണ്ടതാണ്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും മഴയൊക്കെ പോയി നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ താക്കോല് കാണുന്നില്ല കേട്ടോ, വണ്ടിയുടെ താക്കോല് കാണാതെ അവിടെ എല്ലാം പോയി നോക്കി. ലാസ്റ്റ് വേറൊരു താക്കോൽ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും വണ്ടിക്കകത്ത് തന്നെ കിടപ്പുണ്ടായിരുന്നു. നമ്മളെ ഗൗരിക്കുട്ടി താക്കോല് കൊണ്ട് കളഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിന് മുമ്പ് വരെ ഞാൻ താക്കോല് നന്നായിട്ട് സൂക്ഷിക്കും, കാരണം ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് എപ്പോഴും കൊണ്ട് സൂക്ഷിച്ച് കൊണ്ട് വെക്കാറ്. ഇപ്പോൾ രണ്ടെണ്ണം ആയപ്പോഴത്തേക്കും ഒട്ടും ശ്രദ്ധയില്ല കേട്ടോ. വണ്ടിയില്ലെങ്കിൽ വണ്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് മറന്നു പോകും. അതാണ് ഇപ്പോൾ സ്ഥിരം പരിപാടി. നമ്മൾ രാവിലെ ഉറക്കം എണീറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ ലാബിലെത്തി. അപ്പം നമ്മൾ പോകുന്നത് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞെന്ന് തോന്നില്ലേ നേരത്തെ? എന്താ ഇതാദ്യം നോക്കട്ടുണ്ടെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് ഷുഗറില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഷുഗർ വല്ലതും ഉണ്ടെന്ന് പറയാമെങ്കിൽ എൻ്റെ ദൈവമേ ഞാൻ ചത്ത്. എനിക്ക് മധുരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസമായി തോന്നിട്ടോ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട്. എന്തായാലും ഇവിടം വരെ എത്തിയതല്ലേ, അപ്പോൾ നമുക്ക് മീനും കൂടെ വാങ്ങിയിട്ട് പോവാം. ഇല്ല, പ്രോഗ്രാം ഒന്നും ഇല്ലായിരുന്നു, മഴയൊക്കെ അല്ലേ വീട്ടിനുള്ളിൽ. നേരത്തെ ഞാൻ പറഞ്ഞില്ല 2-3 ദിവസമായി ഞാൻ പുറത്ത് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ തിരക്കിയതാണ് കേട്ടോ. എന്നെ തിരക്കാനും ആളുണ്ട്. കുറച്ച് നേരത്തെ വന്നുകൊണ്ടാന്ന് തോന്നുന്നു. മീനൊക്കെ കുറവായിരുന്നു, പിന്നെ ഉള്ളത് മേടിച്ചുകൊണ്ട് പോയി. പിന്നെയും ഞാൻ തന്നെ വരണ്ടേ, അത് കാരണം ഞാൻ അവിടെ ഉള്ളതിൽ ഏതൊക്കെ മേടിച്ചുകൊണ്ട് പോയി. ഏതൊക്കെയാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. പക്ഷെ അണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടിക്കണ്ടായിരുന്നു. എവിടെ വേണമെങ്കിലും ആൾ പോയി എല്ലാം എനിക്ക് വീട്ടിലിരുന്നാൽ മതി, എല്ലാം മേടിച്ചുകൊണ്ട് തരുമായിരുന്നു. ഇപ്പോൾ ദുബായിൽ നിന്ന് വരുത്തണം. അങ്ങനെ നേരെ വീട്ടിൽ പോയി മീനൊക്കെ കൊടുത്തിട്ട് അമ്മ വീട്ടിലുണ്ടായതുകൊണ്ട് അമ്മ എല്ലാം ചെയ്തോളും കേട്ടോ. പിന്നെ നമ്മൾ വന്നത് തയ്ക്കുന്ന ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ. വീട്ടിലല്ല, കയ്യക്കടയിലാണ് കേട്ടോ. അമ്പിളി ചേച്ചി എന്നാണ് കേട്ടോ തയ്ക്കുന്ന ചേച്ചിയുടെ പേര്. അപ്പോൾ അമ്പിളി ചേച്ചിയായിട്ട് പരിചയമായിട്ട് 2 മാസമായിട്ടുള്ളൂ. പക്ഷേ 2 വർഷത്തെ പരിചയം പോലെ കേട്ടോ. അത്ര കൂട്ടായി, നല്ല സ്നേഹമുള്ളൊരു ചേച്ചിയാണ്. അതേകണക്ക് അവിടുത്തെ നമ്മളെ അമ്മൂസ് അതേ കണക്ക് തന്നെ ഇവിടെ തയ്ക്കുന്ന കുട്ടിയാണ് കേട്ടോ. ഭയങ്കര കൂട്ടായി. ആദ്യം ആളൊരു സൈലൻ്റ് ആയിരുന്നു കേട്ടോ വന്ന സമയത്ത്, ഞാൻ കാണുന്ന സമയത്ത്. പിന്നെ ആളങ്ങ് ഭയങ്കര കമ്പനിയായി, ഭയങ്കര കാര്യമാണ് കേട്ടോ. നല്ലോണം തയ്ക്കും. തയ്യലിൻ്റെ പിന്നെ എടുത്ത് പറയേണ്ട, അടിപൊളിയായിട്ട് തയ്ക്കും. ഇഷ്ടമുള്ള മോഡൽ കാണിച്ചിട്ട് ചേച്ചി ഇതുപോലെ തയ്ച്ച് തരാൻ പറഞ്ഞാൽ നല്ല സെറ്റായിട്ട് അമ്പിളി ചേച്ചി തയ്ച്ച് തരും. അപ്പോൾ നമ്മൾ അമ്പിളി ചേച്ചിയുടെ കട എവിടെയാണെന്ന് വെച്ചാൽ മയ്യനാട് പണയമുക്കിലാണ് കേട്ടോ.